കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ഹല്ലേലൂയ. കർത്താവ് സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം. പാട്ടുപാടി നമ്മെ സഹായിക്കാനായി സിസ്റ്റർ കെസ്യ സേജ് നമ്മുടെ മധ്യത്തിലുണ്ട്. മുന്നോട്ടുള്ള സമയം ആ സിസ്റ്ററുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. IBMന്റെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്റെ ജീവിതത്തില് നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ ദൈവം ദാനമായി നൽകിയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ഭീതിയും ഭയവും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നാളത്തെ ദിവസം എന്തായി തീരും എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മളെ ഭരിക്കുന്നത്. അത് നമ്മുടെ ശാരീരികമായ തലത്തിലായാലും ജോലിപരമായിട്ടുള്ള ആ ഒരു തലത്തിലായാലും ഏതൊരു സാഹചര്യത്തിൽ നമ്മളായിരുന്നാലും ഭീതിയും ഭയവും എല്ലായ്പ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മളെ അധീനതയിലാക്കാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം കഴിയട്ടെ. ഈ ദിവസങ്ങൾ വീണ്ടും ആ കർത്താവിനെ മുറുകെ പറ്റി ജീവിപ്പാൻ കർത്താവായ ദൈവം നമ്മളെ ഏവരെയും ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ 2 പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമീൻ, ഹല്ലേലൂയ. ഇമ്മാനുവേലായ ദൈവം നമ്മുടെ കൂടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുസ് ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ട് അവനെ സ്തുതിച്ചോണ്ടും പാടിക്കൊണ്ടും ആരാധിച്ചുകൊണ്ടും മുന്നോട്ട് പോകാം. ആമീൻ. ദൈവത്തെ പാടി ആരാധിക്കാൻ തക്കൊണ്ടുമുള്ള ഒരു പാട്ട് പാടി നമുക്ക് സ്തുതിക്കാം.
യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനാതിവാനവനേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനാതിവാനവനേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ഇമ്പനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ആമേൻ. ഇണയില്ല നാമം ഇമ്പനാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമീൻ. ഹല്ലേലൂയ. ഓരോ വരികളും നമ്മൾ ഹല്ലേലൂയ നമ്മൾ കേട്ടതുപോലെ തന്നെ ആമീൻ, കർത്താവിന്റെ നാമം ഏറ്റവും മേലായ നാമമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വാഴ്ചകൾക്കും അധികാരികൾക്കും എല്ലാറ്റിലും മേലായ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ ആമീൻ. നമ്മൾ എത്ര ഭാഗ്യകരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. കർത്താവിനെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ദൈവം തന്നു. ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഒക്കെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. നൽകിയിരിക്കുന്ന അവസരത്തിനായ സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യ പദവി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയല്ലോ. അങ്ങേ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, വീണ്ടും ഈ മീറ്റിംഗ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചായിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നാഥ, ആമീൻ. ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹീതമായ രീതിയിൽ നടക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ആമീൻ. അനുഗ്രഹീതമായ സങ്കീർത്തനം ഞങ്ങൾക്ക് ദാനമായി നൽകി സഹായിക്കണമേ. പ്രാർത്ഥിപ്പാൻ ദൈവം
ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ആമേൻ. നിന്റെ വചനത്തിലൂടെ സംസാരിപ്പാൻ നിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ആവശ്യമാവുന്ന ആ മന്ന ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ദാനമായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥകൾ അങ്ങ് നന്നായി അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഏതെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം വിടുതലോടുകൂടെ ഈ മീറ്റിംഗിന് ശേഷം മടങ്ങി പോകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഗീതങ്ങളാൽ ഹല്ലേലൂയ ദൈവത്തെ ആലപിക്കാൻ സഹായിച്ച സിസ്റ്ററിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വാസ്തവമായ മധുരിമ നാമമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യഹോവ എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഹല്ലേലൂയ. അവന് രുചിച്ചറിവൻ എത്ര നല്ല നാമമാണ്, എത്ര മധുരിമ നാമമാണെന്ന്. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുന്ന നാമം. ഹല്ലേലൂയ. ഒരിക്കലും കൈവിടാത്ത നാമം. ആ ദൈവത്തെ നിത്യം പാടി സ്തുതിക്കുവാൻ വീണ്ടും നമ്മളെ ഏവരും ദൈവം സഹായിക്കുമാറാകട്ടെ. ആ മുന്നോട്ട് സാംസ് റീഡിംഗ് ആണ്. ആ സങ്കീർത്തനം വായിക്കുവാൻ തക്കണം പേര് കൊടുത്തിരിക്കുന്നത് ബ്രദർ നാരായണൻ കുട്ടിയാണ്. അദ്ദേഹം ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ സങ്കീർത്തനം വായിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. 48 സങ്കീർത്തനം, 48, സാംസ് 48. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ച് കടന്നുപോയി. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. അവർക്ക് അവിടെ വിറയൽ പിടിച്ചു, നോവ് കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർഷീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്കും സ്ഥിരമാക്കുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവീൻ, അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവീൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവീൻ. ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിക്കുവാൻ തക്കണം കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സമയത്തിന്റെ കുറവ് നമ്മുടെ മുന്നിലല്ലോ. അവസാന വചനം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം. ഹല്ലേലൂയ. വാസ്തവമായും ഈ കൊറോണ കാലത്തും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു, ദൈവം നമ്മളെ എല്ലാ വഴികളും നമ്മൾ നടത്തുന്ന ദൈവം ജീവപര്യന്തം ഹല്ലേലൂയ നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുവാൻ തക്കണം, ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ തക്കണം. സ്വർഗ്ഗം ഒരുക്കി തന്ന നല്ല സമയത്തിന് ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ്ടും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മുന്നോട്ട് പ്രയർ ലീഡിംഗിന്റെ സമയമാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയം നാം വേർതിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ഇതിന് മുന്നമേ IBM തന്നെ നാം വളരെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും അതിന്റെ വിടുതലിന്റെ സാക്ഷ്യം നമുക്ക് IBM മീറ്റിൽ തന്നെ നമുക്ക് വളരെ അധികം നമുക്ക് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വളരെ ശക്തമേറിയ ആ പ്രാർത്ഥന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമുക്ക് വീണ്ടും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലും വരും നാളുകളിൽ ദൈവം വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുവാൻ തക്കണം സഹായിക്കുമെന്ന്. ഹല്ലേലൂയ. അതിനായി ഇന്ന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു അദ്ദേഹമാണ്. മുന്നോട്ടുള്ള സമയം ഞാൻ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുമോ? ഓക്കെ, കേൾക്കാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒന്നിച്ച് ഈ വീഡിയോയിൽ കൂടി ദിവസത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും സന്തോഷമുള്ളവരാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം.
കാരണം ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ആർക്കും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനകളെ ഒരുപക്ഷെ അല്പം താമസിച്ചാലും നമ്മൾ മറന്നുപോയാലും ദൈവം മറക്കില്ല. അത് അതിൻ്റെ തക്ക സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഇപ്പൊ വേണോ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും അത് എപ്പോൾ കൊടുക്കണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. അത് ആ സമയത്ത് ദൈവം അത് തരും. ദൈവം ഒരിക്കലും മറക്കില്ല. ആകയാൽ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ സമയം കളയുന്നില്ല. ആദ്യമായി IBMന്റെ എല്ലാ മെമ്പേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ത്യ ബൈബിൾ മിഷന്റെ ഓരോ പ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പറയാൻ ഇപ്പൊ സമയമില്ല. അതെല്ലാവർക്കും ഇന്നത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ആ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് അതിൽ ഒരാളെ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. അതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് കെ ജോണച്ചാൻ പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവ്, ഇനിയും ഒരു പകൽക്കാലം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ രാത്രികാലവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് IBMന്റെ ഈ ഇന്നത്തെ ആരാധനയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഇന്ന് നിന്റെ ദാസൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ അറിയുന്നുവല്ലോ കർത്താവേ. IBMത്തിലെ എല്ലാ മെമ്പർമാരെയും ഓർത്ത് അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. IBMത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഈ രാത്രി സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ നീ തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കാമെന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. നീ മാനിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളിയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതായിട്ട് നമ്മെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ COVID-19 മൂലം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ തന്നെ വളരെ ഭീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോഴേ പുതിയ പ്രവചനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലും വലുതായിട്ടൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ വളരെ പ്രയാസമേറിയ കാലങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതൊന്നും കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മെപ്പറ്റി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെയും നമ്മുടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കാൻ നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. ഹല്ലേലൂയ. നമുക്ക് ഇത് മൂലം അനേക രോഗികളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതുമൂലം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പ്രയാസം ഏറിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയുള്ള കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ ബിസിനസ് മേഖല താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പ്രയാസങ്ങളൊക്കെ ഇത് മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആകയാൽ കർത്താവിൻ്റെ ഒരു വാക്ക് മതി ഇത് മാറുവാൻ. ഇത് കർത്താവ് തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടി ഇതെല്ലാം ഒന്ന് മാറി നല്ലൊരു ആത്മീയ ഉണർവ് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പുറപ്പെടുവാൻ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലും ലോകരാഷ്ട്രങ്ങളെല്ലാം ആത്മീയമായി മുന്നേറുവാൻ തക്കവണ്ണം, ആത്മീയ ഒരു ഉണർവ് ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോണച്ചായൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി കാലം നമുക്ക് ഒന്ന് ചേർന്നൊരു കൂട്ടായ്മ കർത്താവ് ഈ ഭൂമിയിൽ ഒരുക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സൂം മീഡിയ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങയുടെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുവാണ്. ഇന്ന് ഹല്ലേലൂയ, ലോക ജനതകളെല്ലാം വലിയൊരു ഭയത്തോടും ഭീതിയോടും കഴിയുന്ന ഒരു കാലയളവാണല്ലോ കർത്താവ്. മഹാമാരിയാൽ അനേകര് കഷ്ടതയിലായി, അനേകര് രോഗികളായിട്ട് ഇന്നും കഷ്ടപ്പെടുകയാണല്ലോ. അനേകര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ ജീവനുള്ള ഒരു ദേശത്തടിയങ്ങള് കർത്താവ് ഓരോ ദിവസവും കാത്തിരക്ഷിക്കുന്ന അവിടുത്തെ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ബൈബിൾ മിഷൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഈ കോവിഡിന്റെ സമയത്ത് പല പ്രവർത്തനങ്ങളും മന്ദീഭവിച്ച അവസ്ഥയിലാണ് കർത്താവ്. ചില മാസങ്ങൾ ഓഫീസുകളൊക്കെ അടച്ചിടേണ്ടതായിട്ടൊക്കെയും വന്നു.
എന്നാൽ ഇന്ന് വീണ്ടും അത് കർത്താവെ ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് വീണ്ടും അത് പ്രവർത്തനത്തിലാകുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഈ പ്രവർത്തനം കർത്താവ് ഒരു കാരണവശാലും ഈ കോവിഡിന്റെ പ്രയാസത്താൽ കഷ്ടത ഉണ്ടാകുവാൻ ഇടവരരുത്, തടസ്സപ്പെടുവാൻ ഇടവരരുത് കർത്താവ്. അനേകായിരങ്ങൾക്ക് വചനം എത്തിച്ചു കൊടുക്കുന്ന ആ കർത്താവ് പ്രവർത്തനം ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കണമേ. കഴിഞ്ഞ ചില മാസങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായി പോയി, അതിന് പകരമായി ദൈവം ഞങ്ങൾക്ക് സമയം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ദൈവത്തിന്റെ വചനങ്ങളെ, ബൈബിള്, അതുപോലെ ബൈബിൾ ലിറ്ററേച്ചർ ഒക്കെയും അവർ അനേകർ കടന്നു വന്ന് വാങ്ങിക്കൊണ്ട് പോകുവാനും അങ്ങനെ ആ രീതിയിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോഴത്തെ മഹാമാരിയിൽ കഷ്ടപ്പെടുന്ന അനേക ജനങ്ങളുണ്ട് കർത്താവ്. വലിയവരും ചെറിയവരും എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും ഈ പ്രയാസത്തിൽ അകപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ കർത്താവ് ഓരോ സ്റ്റേറ്റുകളിലും കർത്താവ് അനുദിനം കർത്താവ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിലെ മരണപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം കർത്താവ്. എന്നാൽ ദൈവമേ, ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയില് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് യഹോവ അയച്ച മഹാമാരിയാണല്ലോ, യഹോവയ്ക്ക് മാത്രമേ ഇത് പിൻവലിക്കുവാൻ സാധ്യമുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. എത്രയും വേഗം ഇതിനൊരു ശമനം തരണമേ. ഞങ്ങൾക്ക് ഒന്നും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതുപോലെ സുവിശേഷം പ്രചരിപ്പിക്കുവാനും ഒക്കെയുമുള്ള ഞങ്ങൾക്ക് അവസരം മടക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്വർഗം തുറന്ന് കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും അടുത്ത വിഷയം, ഇന്ത്യയിലെ 739 ജില്ലകളുണ്ട്. മഹാരാഷ്ട്രയിൽ 36 ജില്ലകളുണ്ട്. മഹാരാഷ്ട്രയിലുള്ള ജില്ലകൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഒക്കെ അതിൻ്റെ 36 അടുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ അടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 36 ജില്ലകളും നമ്മുടെ ഓരോ ഈ ഇന്ത്യ ബൈബിൾ മിഷന്റെ ഓരോ ഓഫീസ് ഉണ്ടാകണം. അവിടുത്തെ അങ്ങനെ ആരും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിനായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ത്യയിലുള്ള 739 ജില്ലകളിലും ദൈവവചനം അവിടെ എത്തണം. അവിടെയുള്ള പാപികൾ അത് മുഖാന്തരം മാനസാന്തരപ്പെടണം. വലിയൊരു ആത്മീയ ഉണർവ് അത് മുഖാന്തരം ഉണ്ടാകണം. അവിടെയുള്ള ജനങ്ങളെല്ലാം ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന് നാം മഹത്വപ്പെടുവാൻ അവിടെ സഹായിക്കണം. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ആ നിയമങ്ങളെയൊക്കെ നമ്മൾ അനുസരിക്കുകയും മാനിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ദൈവിക നിയമത്തിനെതിരായിട്ടുള്ള ഒരു നിയമത്തിന് നമ്മൾ വഴങ്ങി കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ അനുസരിക്കാൻ പറ്റത്തില്ല. അത് മുഖാന്തരമാണ് ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ അവർ എരിയുന്ന തീച്ചൂളയിലിട്ടത്. എന്നാൽ അത് മുഖാന്തരം വീണ്ടും ദൈവനാമം മഹത്വപ്പെടുകയും ആ ഒരു രാജ്യം മുഴുവനും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു. അതുപോലെ അതേ പ്രകാരം തന്നെ ഇന്ന് അനേക ദൈവദാസന്മാരെ അനേകർ ജയിലിലായിരിക്കുന്നു, അനേകർ ഇത് മുഖാന്തരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജില്ലകളെ, ഇന്ത്യയിൽ മുഴുവനായിട്ട് എല്ലാ ജില്ലകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ നല്ല ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉണർവുണ്ടാകാൻ വേണ്ടി അനേകര് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അനേകര് ഈ ഇന്ത്യയിൽ നിന്ന് കർത്താവിലേക്ക് വരുവാൻ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കണം. നമ്മുടെ ഉള്ള കടമയെന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കൈകളിൽ ദൈവം അതിനെ എത്തിക്കണം. അതിനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് ആത്മാവിൽ പ്രേരണയുള്ള ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. കെസിയ സജി. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ നാഥ, ഒരു പ്രാവശ്യം കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് കർത്താവെ. ആമീൻ. പറയപ്പെട്ട വിഷയത്തെ അങ്ങയുടെ സന്നദ്ധയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥ. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. പ്രിയദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ആമീൻ. നൽകിയിട്ടുള്ള ഹല്ലേലൂയ 28 സ്റ്റേറ്റ്സിനെയും 8 യൂണിയൻ ടെറിട്ടറീസ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ഓരോ സ്റ്റേറ്റുകളിലും ഓരോ യൂണിയൻ ടെറിട്ടറീസിലും കർത്താവെ നിന്റെ വചനം എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഇന്ത്യ ബൈബിൾ മിഷൻ എന്ന ഞങ്ങളുടേതാന്ന ഈ പ്രവർത്തനത്തിന്റെ പ്രത്യേക ഉദ്ദേശം ഹല്ലേലൂയ അത് തന്നെയാണല്ലോ നാഥ. ആമീൻ. ഓരോ ഇടങ്ങളിലും കർത്താവിന്റെ വചനം എത്തിച്ചേരണം. ഹല്ലേലൂയ. പ്രത്യേകം ഞങ്ങളുടെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ.
ഞങ്ങളുടെ 36 ജില്ലകളിൽ ഹല്ലേലൂയ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. ഓരോ ജില്ലകളിലും കർത്താവെ IBM-ൻ്റെതാന്ന ഒരു ഓഫീസ് ഉണ്ടാകുവാൻ അപ്പ ഹല്ലേലൂയ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ടായി തീരുവാൻ അപ്പ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അതിനു വേണ്ടിയുള്ള എല്ലാ മുഖാന്തരങ്ങൾ ദൈവ ദിവസങ്ങൾ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ആത്മാർത്ഥതയോടുകൂടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി വേല ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവര് മുന്നോട്ട് കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ ആമീൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ കർത്താവേ ആമീൻ പലവിധமான ആമീൻ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവമക്കൾക്കെതിരായി ദൈവസഭകൾക്കെതിരായി ആമീൻ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നല്ലോ നാഥ. ആമീൻ ഹാലിൽ ഞങ്ങളുടേതാന്ന ആമീൻ ഹല്ലേലൂയ നിയമങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ആമീൻ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അപ്പ നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കൽപ്പനകളും ഞങ്ങൾ പ്രമാണിക്കുന്നവരായി തീരുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ ദൈവം ഞങ്ങളെ അനുവദിക്കരുത്. ഒരു വിട്ടുവീഴ്ച ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവം ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ആമീൻ. അന്ത്യത്തോളം വിശ്വസ്തയോടെ നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം അപ്പ അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ തക്കണം അന്ത്യത്തോളം അങ്ങയോട് ചേർന്ന് വസിപ്പാനുള്ള ആ തീരുമാനത്തില് അപ്പ ഹല്ലേലൂയ അതിൽ നിന്ന് മാറിപ്പോകാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ജീവിത നിമിത്തം അനേകർ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുവാൻ കർത്താവ് ദിവസങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. ആമീൻ കർത്താവേ ആമീൻ. അങ്ങനെ ജയിലറകളിലൊക്കെ ആയിരിക്കുന്ന അനേക ദേവദാസന്മാരുണ്ടല്ലോ നാഥ. അവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു നാഥ. ആമീൻ. സുവിശേഷ നിമിത്തം ആമീൻ ഹല്ലേലൂയ പലവിധமான ഹല്ലേലൂയ ആമീൻ നിന്നെയും പരിഹാസത്തിന്റെ മധ്യത്തിലായിരിക്കുന്നവരുണ്ട്. കഷ്ടതയിലും പ്രയാസത്തിലും പട്ടിണിയുടെ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട് നാഥ. നാളുകളായി ഹല്ലേലൂയ ജയിലിൽ നിന്ന് പുറത്ത് കടന്നു വരുവാൻ കഴിയാത്ത നിലയിൽ തടവിലായിരിക്കുന്നവരുണ്ട് നാഥ. അവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ വിടുവിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളിലൊക്കെയും ഈ ദിവസങ്ങൾ പ്രതികൂല കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാഥ. പെർസിക്യൂഷന്റെ ഒരു വലിയ ആമീൻ ഹല്ലേലൂയ ആമീൻ അവസ്ഥയാണല്ലോ നാഥ. അതിൽ നിന്നൊക്കെ ദൈവം ഒരു വിടുതൽ ഐക്യമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. നിന്റെ ഹിതമല്ലാത്ത ഒരു കാര്യങ്ങളും ദൈവമക്കൾക്ക് ദൈവജനത്തിനെതിരായിട്ട് ഉയരുവാൻ ദൈവം ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ജീവനുള്ള ദൈവം എന്ന് അവരുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. വീണ്ടും ഞങ്ങളുടെ IBM-ന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ നാഥ. സകല വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നമ്മുടെ നിലവിളിയും യാചനയും ശ്രദ്ധ വെച്ച് കേട്ട് അതിന്മേൽ ഉത്തരമരുളുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനിയും നമ്മുടെ മെമ്പേഴ്സിന്റെ ആരുടെയെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട സമയമാണ്. ബ്രദർക്കായിട്ട് അറിയിക്കാം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന 2 പ്രിയപ്പെട്ടവർ ഓഷി ജോർജ്, അപ്പോൾ തന്നെ മറ്റൊരു വ്യൂ കാണുന്നുണ്ട്, അറിയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഈ കൂട്ടായ്മയിൽ കടന്നുവന്ന ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പ്രിയ ജോസ് ജോർജ് ദാസന്റെ മൂത്ത മകൾ PhD പഠിച്ച് നല്ല അനുഗ്രഹീതപ്പെട്ട വിദ്യാഭ്യാസമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ് 29 വയസ്സല്ലേ പാസ്റ്റർ? അല്ലേ? 29 അല്ലേ? 31. അപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു കുഞ്ഞാണ്. വളരെ മാന്യമായ കർത്താവദാസനും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗവൺമെന്റ് ജോലിയിലായിരുന്നു. വളരെ ഉന്നത പൊസിഷനിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും വേല ചെയ്ത അദ്ദേഹമാണ്. അതുകൊണ്ട് മാന്യമായൊരു അനുഗ്രഹീതമായൊരു ദൈവനിയോഗപ്രകാരമുള്ള ഒരു വിവാഹം തന്റെ മകൾക്ക് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോഴൊക്കെ കർത്താവദാസന് വലിയ സന്തോഷമുണ്ടായി. സ്തോത്രം. നമ്മൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ മീറ്റിംഗിൽ പങ്കെടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മകളുടെ വിവാഹം എത്രയും വേഗം നടക്കേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ നമ്മുടെ പരിചയത്തിലില്ലാത്ത പ്രിയപ്പെട്ടവർ വന്നത് ദൈവ നിശ്ചയമാണ്. അവർക്ക് വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജോസ് പാസ്റ്റർ ഒരു വിഷയം കൂടെ പറയും. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഡാലസ് USA നിന്നാണ് പാസ്റ്റർ കോശി തോമസ്, മെട്രോ ചർച്ച് ഓഫ് ഗോഡ്.
അദ്ദേഹം ഈ പാൻഡമിക്കിന്റെ പ്രയാസത്താൽ ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ കോശി തോമസ്, മെട്രോ ചർച്ച് ഓഫ് ഗോഡ്, ഡാലസ്, അദ്ദേഹത്തിന് വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് ആണോ? അല്ല, ഈ പാൻഡമിക്, ഈ ഫീവറിന്റെ അകത്ത് പ്രയാസം. പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം അനുവദിച്ചിട്ട് അറിഞ്ഞിട്ട് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ വന്നതല്ല, കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. കർത്താവ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളാണ് കർത്താവിന്റെ സന്നിധി ഞങ്ങൾ വെക്കുന്നത്. കർത്താവ്, പൂർണ്ണ വിശ്വാസത്തോടെ ദൈവഹിതപ്രകാരം ഞങ്ങൾ കർത്താവെ അപ്പ ഞങ്ങൾ ഹൃദയംഗമായിട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. പ്രത്യേകാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവരെ കൊണ്ടുവന്നതിനെ നന്ദിയോടെ സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവ് ദാസൻ കർത്താവെ ജോസ് ജോർജ് അവരുടെ കർത്താവ് മൂത്ത മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ ആരോഗ്യവും ബലവും കർത്താവ് നൽകി, വിദ്യാഭ്യാസം നൽകി ദൈവം ഇതുവരെ കർത്താവ് കൊണ്ടുവന്ന്. കർത്താവെ വരുന്ന കർത്താവ് എത്രയും വേഗം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഇന്ത്യ ബൈബിൾ മിഷന്റെ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കർത്താവ് ദൈവ നിയോഗപ്രകാരം ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം തന്റെ മകളുടെ വിവാഹം കർത്താവ് ക്രമീകരിക്കുന്നതിനായ സ്തോത്രം. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം. ഹാലേലൂയ. ഓ ഹാലേലൂയ. ദൈവപ്രവൃത്തി കർത്താവെ വെളിപ്പെടുന്നതിനായ സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ കർത്താവെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹാലേലൂയ. പ്രിയ ജോസ് പാഷ് പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പ നിന്റെ ദാസനെ, നിന്റെ മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അത്ഭുത കരം ഇന്ന് രാത്രി തന്റെ മകന്റെ ശരീരത്തിൽ തുടരണമേ കർത്താവെ. അവിടുത്തെ അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിനെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചനയെല്ലാം ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവ് അവിടുന്ന് ഉത്തരമറിയിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു തോമസ് അച്ഛാ, ഇത്രത്തോളം പ്രാർത്ഥന ലീഡുവാൻ തക്കണം കർത്താവിന്റെ ദാസന്റെ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ. വളരെ വിഷയങ്ങൾ ആത്മാവിൽ ഹാലയിലെ ദൈവം തോന്നിച്ച പല വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കണം ഇടയായി. തീർച്ചയായും ആ വിഷയങ്ങളിലൊക്കെ ദൈവം വരും നാളുകളിൽ ഉത്തരമറിലട്ടെ. ഹാലലിയ. ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ വചനം കടന്നു ചെല്ലുവാനും പാപികൾ മാനസാന്തരപ്പെടാനും ഇടയാട്ടെ. ഹാലലിയ, ഹാലലിയ. ഒരു ദേവദാസൻ വചനത്തിൽ ഇങ്ങനെ പറയാനിടയായി, ഒരു പാപി ഒരു നാളും പ്രാർത്ഥിക്കുന്നില്ല, എന്നാൽ സത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പാപവും ചെയ്യുന്നില്ല. ഹാലലിയ. വരും നാളുകളിൽ വചനം കയ്യിലെത്തിയിട്ട് അനേകർ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ആ പാപത്തിന്റെ ലിസ്റ്റിൽ നിന്ന് അവർ വിട്ടുമാറാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന IBM അതിനായി ദൈവം ഉപയോഗിക്കട്ടെ. ഹാലലിയ. ആ ദൈവം എല്ലാം പ്രാർത്ഥന ഇട്ടിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി മുന്നോട്ട് വചനം കേൾക്കാനുള്ള സമയമാണ്. ഇതിൽ കൂടിയിരിക്കുന്ന ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാർ, ദൈവദാസന്മാർ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനം നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇന്ന് വചനം പ്രസംഗിക്കാൻ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജോസ് ജോർജ് അവർകളെ ഓർത്ത് ഞാൻ ദൈവത്തെ ആസ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. തോമസ് പാസ്റ്റർ സമയം എടുക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. കർത്താവ് ദാസൻ ജോസ് ജോർജ് അവർകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പ്രാർത്ഥന ഓർപ്പിച്ചതുപോലെ സുവിശേഷ വേലയും അപ്പൊ തന്നെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും വളരെ ഉന്നത പൊസിഷനിൽ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃവൃത്തിയാണ് അദ്ദേഹം. എൻ്റെ ആത്മാർത്ഥ മിത്രമായ പാസ്റ്റർ സുനിൽ, അദ്ദേഹത്തെ ഞാൻ 2 പ്രാവശ്യം ഞങ്ങളുടെ കൂട്ടായ്മ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പലവിധ കാരണം. അദ്ദേഹമാണ് ഈ കർത്താവ് ദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടയായത്. അനുഗ്രഹിക്കപ്പെട്ട സഭയിലെ ശുശ്രൂഷയാണ് എൻ്റെ കൂട്ടുകാരനായ കർത്താവ് ദാസൻ. കഴിഞ്ഞ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന മീറ്റിംഗിൽ ഈ പ്രിയ കർത്താവ് ദാസൻ കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ചു. അത് യാദൃച്ഛികമല്ലായിരുന്നു, വളരെ ദൈവഹിതപ്രകാരമുള്ള പദ്ധതിയായിരുന്നു. വളരെ മിഷന് ആവശ്യമായ ഒരു വളരെ ശക്തമായ ഒരു മെസ്സേജ് കർത്താദാസിനോട് കേൾക്കാനിടയായി. ഇന്നാണ് ഞാൻ കർത്താദാസിനെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ ക്ഷണിപ്പാനിടയായത്. വളരെ സന്തോഷത്തോടെ കടന്നു വരാനിടയായി. ഞങ്ങളുടെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഇന്ത്യയില് കർത്താദാസിന്റെ അറിവിലേക്ക് കൂടെ ഞാൻ പറയുകയാണ്, ഇന്ത്യയിൽ ബൈബിൾ കൊടുക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ ബൈബിൾ മിഷൻ. ഞങ്ങൾ രണ്ടുപേരിരിക്കുന്നത് ഇന്ത്യ ബൈബിൾ മിഷന്റെ ബോംബെയിലെ ഓഫീസിലാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബൈബിളുകൾ കൊടുക്കാൻ കർത്താവ് കഴിഞ്ഞ 10, 15, 16 വർഷത്തോളമായിട്ട് ഇടയാക്കി.
ലോകമെമ്പാടുമുള്ള ഏതാണ്ട് 40 പരം ആൾക്കാർ ചേർന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ തന്നെ എല്ലാവരും ഇല്ലെങ്കിലും വരും ദിവസങ്ങളിൽ, കാരണം അവരുടെയൊക്കെ സമയം ചേഞ്ച് ആയതുകൊണ്ട് ഈ മെസ്സേജ് നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് എല്ലാവരും കാണാനിടയാകും. ഈ മിഷന്റെ പ്രസിഡന്റായിട്ട് ദീർഘവർഷങ്ങളായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവദാസനാണ് ഇവാഞ്ചലിസ്റ്റ് KT ജോൺ, മുംബൈ. അദ്ദേഹം നമ്മുടെ ഇന്ന് രാത്രി നമ്മുടെ ഉണ്ട്. അതുപോലെ തന്നെ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് പാസ്റ്റർ ജോസ് അബ്രഹാം, അദ്ദേഹം നമ്മുടെ മുമ്പാകുണ്ട്. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ദാസൻ രവി നമ്പ്യാർ പാസ്റ്റർ, അപ്പൊ തന്നെ പ്രയർ ലീഡ് ചെയ്ത പ്രിയ ഇവാഞ്ചലിസ്റ്റ് തോമസ് മാത്യു, പാട്ട് പാടി ആത്മീയ ഗീതങ്ങൾ പാടി ആരാധനയിൽ ലീഡ് ചെയ്ത കർത്താവ് ദാസി KC സജി, എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ദാസനിൽ കൂടെ വളരെ ശക്തമായ ഒരു ആലോചന നമുക്ക് കേൾക്കാം. ഏതാണ്ട് 8:20 വരെയുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ട്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ആ സമയം എടുക്കും. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് ഇന്ന് രാത്രി കർത്താവ് ദാസനോട് നമ്മൾ സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ദാസനെ വളരെ ഹൃദയപൂർവ്വം ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടല്ലോ പാസ്റ്ററെ? യെസ് യെസ് യെസ്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളോട് ചേർന്ന് അല്പസമയം ഒന്നിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സംഘടനകളുടെ പേരോ വ്യക്തികളുടെ പേരോ ഒന്നും അറിയത്തില്ലെങ്കിലും ബൈബിൾ വിതരണം ചെയ്യുന്നവർക്ക് വേണ്ടി, ബൈബിൾ ട്രാൻസ്ലേഷനിലായിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാനും ഞങ്ങളുടെ പാസ്റ്ററും അതുപോലെ പല സഹോദരന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് യാദർച്ഛികമായിട്ടല്ല നിങ്ങളോടൊപ്പം എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അറിയാതെ പോലും പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ദൈവം എന്നെ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു എലൈറ്റ് ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയാം. അതുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് അല്പകാര്യം നമുക്ക് ഒന്നിച്ച് ചില സമയങ്ങൾ ചിന്തിച്ച് വേഗം അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇൻട്രൊഡക്ഷന് മുമ്പായിട്ടൊരു കാര്യം പറയുമ്പോൾ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ MC തോമസ് പാസ്റ്റർ എന്നെ ക്ഷണിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങളും ദൂതുകളും ഒക്കെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ ജോയിൻ ചെയ്യും. പ്രസംഗിക്കാനല്ല, തിരിച്ച് കേൾക്കുവാനും കൂടിയുണ്ട്. ഒരവസരം കൂടി ആവുമല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ധാരാളം സ്റ്റേജുകളൊന്നും ലഭിക്കാറില്ല, ഞാൻ അങ്ങോട്ട് ആഗ്രഹിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സുവിശേഷ പ്രവർത്തനങ്ങൾ മനഃപൂർവമായി സ്വമേധ വാളണ്ടിയറായിട്ട് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതിനുവേണ്ടി ദൈവസനെ സമർപ്പിക്കപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം. ധാരാളം നാടകങ്ങളുടെ നടുവിലാണ് നമ്മൾ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നമ്മളെ കൊണ്ടാകുന്നത് എന്തെങ്കിലും ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസനായ പാസ്റ്റർ രവി നമ്പ്യാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ മീറ്റിങ്ങിലും എനിക്ക് കാണുവാനിടയായി. ഞാൻ വീണ്ടും ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ MC തോമസ്, പ്രിയ കർത്താവിൻ്റെ ദാസനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോസ് അബ്രഹാമിനായിട്ട് സ്തോത്രം. പാസ്റ്റർ KT ജോൺ, ആ കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന ഈ നല്ല വിഷൻ, ഈ ഇന്ത്യ ബൈബിൾ വിഷന്റെ ഈ നേതൃത്വം കൊടുക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നേരത്തെ എനിക്ക് ഇതിനെ കുറിച്ചുള്ള ആ ചെറിയ
വിവരണം അയച്ചു തന്നപ്പോൾ, അതായത് ആരാണ് ഇന്ന് ലീഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കെസിയ സജിയെ കുറിച്ച് പറഞ്ഞിരുന്നത് പാട്ടും ഒക്കെ ആരാധന വർഷിപ്പിൽ ലീഡ് ചെയ്യുന്നു. പക്ഷെ ഞാൻ നേരത്തെ കയറേണ്ടതായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം, പാട്ടൊക്കെ കേൾക്കാമായിരുന്നു. ഇനി ഞാൻ കയറാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിദാസൻ പാസ്റ്റർ തോമസ് മാത്യുവിനായിട്ട് സ്തോത്രം. ബാക്കി പ്രിയ ഇവിടെ ചേർന്നിരിക്കുന്ന, ഞാൻ പേര് നോക്കി വായിക്കുകയാണ്, പ്രിയ അൽഫോൻസ, അതുപോലെ കോശി ജോർജ്, എം ജോർജ്, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാരായണൻകുട്ടി എന്നും പറഞ്ഞ ഒരാൾ പറഞ്ഞല്ലോ സംഘത്തിന്, അതാരാണ്? ദൈവത്തിന് സ്തോത്രം. എംസി തോമസ് പാസ്റ്റർ, നാരായണൻകുട്ടി എന്നും പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മെമ്പറാണ്. രണ്ടുപേരുണ്ട്, ഇന്ന് രണ്ടുപേര് വന്നില്ല. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. കാര്യം ഇതൊക്കെ ഓർത്ത് അല്പസമയം ദൈവസന്നിധി സ്തുതിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന നിങ്ങൾ എല്ലാവരോടും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവുമുണ്ട്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ മകളെ ഓർത്ത് പ്രാർത്ഥിച്ചതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവം മറുപടി തരും. ദൈവം നമ്മളെ സഹായിക്കും. അതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. വളരെ സിമ്പിളായിട്ട് ജീവിക്കണമെന്നും, പ്രൈസ് ഗോഡ്, അങ്ങനെ സാധാരണ നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ ഒരു എയിം, അങ്ങനെയാണ് എൻ്റെ ഒരു രീതി, അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളും ദൈവദാസന്മാരെല്ലാം വളരെ സിമ്പിളായിട്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നവനും കൂടിയാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ലോകത്തില് ധാരാളം കാര്യങ്ങൾ ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യുവാനും കാണുവാനും നമുക്ക് അനുഭവിക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം നിമിത്തം ഷണ്ടന്മാരായ ഒത്തിരിയേറെ ദൈവത്തിന്റെ മക്കൾ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവിന്റെ രാജ്യം നിമിത്തം പലതും നമ്മൾ ഉപേക്ഷിച്ച്, പലതും വേണ്ടാന്ന് വെച്ച്, ഹല്ലേലൂയ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വളരെ സിമ്പിളായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനും ഈ വചനം പങ്കിടുവാനും ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഇത്. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. പ്രൈസ് ഗോഡ്. കല്ലറയുടെ പുറത്ത് വെളിയിൽ മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ രംഗമാണ്. എന്നാൽ എന്നൊരു വാക്ക് അവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വചനം നന്നായിട്ട് നിങ്ങൾക്കറിയാം, നല്ല ആത്മീയ പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വചനത്തിന്റെ അർത്ഥതലങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോ പശ്ചാത്തലത്തിലോട്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. സമാഗമന കൂടാരത്തിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് വിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം അതിലും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ആ കാഴ്ചയപ്പത്തിന്റെ മേശയിൽ നടുവിൽ ഒരു നിലവിളക്ക്, 7 കവരമുള്ള നിലവിളക്ക്. അതുപോലെ തന്നെ ആ നിലവിളക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി 6 കാഴ്ചയപ്പം വെക്കും. ഇസ്രായേൽ ഗോത്രങ്ങളെ 12-നെയും കാണിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന അപ്പം 6 അങ്ങനെ 12 വെക്കും. നമുക്കറിയാം, സമാഗമന കൂടാരം എന്ന് പറയുന്നത് 5 പ്രത്യേക വസ്ത്രങ്ങളാലും തോലുകളാലും മൂടിയിരിക്കുകയാണ്. അതിനകത്ത് ഇരുട്ടാണ്. അപ്പൊ ആ ഇരുട്ടത്ത് പുരോഹിതന്മാർ അങ്ങോട്ട് കയറി ചെന്ന് ഈ കാഴ്ചയപ്പത്തിന്റെ മേശമേലുള്ള ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനുള്ള പ്രകാശം അവർക്ക് ലഭിക്കുന്നത് ഈ കാഴ്ചയപ്പത്തിന്റെ നടുവിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കാണ്. മറ്റൊരു വിളക്കും അവിടെ കത്തിക്കുവാൻ അനുവാദമില്ല. കാഴ്ചയപ്പം നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. നിലവിളക്ക് പരിശുദ്ധാത്മാവിനെയും കാണിക്കുന്നു.
അതുകൊണ്ട് നമ്മുടെ മുൻപിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആത്മനിറവിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ആവശ്യമായ വെളിപ്പാടുകളെ ദൈവം തരും. ഇന്ന് എനിക്ക് ആവശ്യമായ വെളിപ്പാട്, ഇന്ന് എനിക്ക് ആവശ്യമായ മന്ന ആ വചനത്തിൽ നിന്ന് നമുക്ക് തുറന്നു തരും. അങ്ങനെ ദൈവസന്നിധി കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ചില വെളിപ്പാടുകൾ, വചന വെളിപ്പാടുകളാണ് ഞാൻ ഒന്നിച്ച് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരും അമാനുഷികരല്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മൾക്ക് ഏതോ അമാനുഷികമായ ശക്തി എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ ആരും അമാനുഷികമായ ആരുമല്ല. പിന്നെ നമ്മുടെ മേൽ കർത്താവ് ഒരു കൃപ പകർന്നു തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കൃപയിൽ നമ്മൾ നാൾതോറും പ്രാർത്ഥനയാൽ ശക്തിപ്പെട്ട് കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായിട്ട് മാറണം. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഏലിയാവ് നമുക്ക് സമനായിരുന്നു, സമസ്വഭാവമുള്ള നേച്ചർ. അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളൊന്നും അതിഭയങ്കരനായ ഒരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചത് കൊണ്ട് സാധാരണക്കാർ ചെയ്യാനൊക്കാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാനായിട്ട് ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പ്രാർത്ഥിക്കാത്തവൻ, ലിയോനാർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസന്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചെറിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദ പാസ്റ്റർ ഹു ഈസ് നോട്ട് പ്രേയിങ് ഈസ് പ്ലേയിങ് ഇൻ ദ പുൽപിറ്റ്. പ്രാർത്ഥിക്കാത്ത പാസ്റ്റർ പുൽപിറ്റിൽ എന്താണ് നാടകം കളിക്കുകയാണെന്ന്, അല്ലെങ്കിൽ കളി നടത്തുകയാണെന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. So pastor who is not playing is playing in the pulpit. The church, കാത്തിരിക്കാത്ത ചർച്ച്, ദൈവസന്നിധിയിൽ ടാരി ചെയ്യാത്ത സഭ, പ്രൈസ് ഗോഡ്, ലോകത്തിന്റെ മുമ്പിൽ കോമഡിയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മഗ്ദലക്കാരത്തി മറിയയെ ആണ് നാം പറഞ്ഞ വ്യക്തി. മഗ്ദലക്കാരത്തി മറിയയും യാക്കോവിന്റെ അമ്മ മറിയയും ശലോമയും, ഈ 3 പേരും കൂടിയാണ്, മർക്കോസിലാണ് അവരുടെ പേര് പറഞ്ഞിട്ടുള്ളത്. സുഗന്ധവർഗവും വാങ്ങിയത് ഒരുക്കിയതുമായ സുഗന്ധവർഗം കൊണ്ട് അവർ അതിരാവിലെ യേശുവിന്റെ കല്ലറയ്ക്ക് അടുക്കലേക്ക് വന്നു. കല്ലറയിലേക്ക് അവർ വന്നത് എന്തുകൊണ്ടാണ്? യേശു അവിടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞതുകൊണ്ടാണ്. ഈ കല്ലറയുടെ അടുക്കലേക്ക് വന്നതിന് കാരണം വെള്ളിയാഴ്ച വൈകിട്ട് യേശുവിനെ അവിടെ അടക്കം ചെയ്യുന്നത് അവർ കണ്ടതാണ്. കല്ലുരുട്ടി നീക്കി വെക്കുന്നത് വരെ അവർ കണ്ടു. കല്ലിന്റെ മുകളിൽ പിന്നെ മുദ്ര പതിപ്പിച്ചത് അവർ അറിഞ്ഞില്ല. അത് പിന്നീടുള്ള സംഭവം. കല്ലുരുട്ടി വെച്ചത് വരെയുള്ള കാര്യങ്ങൾ അവർ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യേശു അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ഇരുട്ടുള്ളപ്പോൾ, മിസ്റ്റും ഫോഗും ഒക്കെ ഉള്ളിടത്ത്, തമ്മിൽ കണ്ടാൽ ആളറിയാത്ത ആ തണുപ്പുള്ള പ്രഭാതത്തിൽ ഈ 3 സ്ത്രീകൾ ഭയത്തോടെ ഓടി കല്ലറയ്ക്കലേക്ക് വന്നു. അവരുടെ കയ്യിൽ സുഗന്ധവർഗവുമുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അവരവിടെ വന്നത് അവിടെ കർത്താവ് ഉണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ്. ആ കർത്താവിന്റെ ശരീരത്തിൽ പൂശാനുള്ള സുഗന്ധവർഗവുമായിട്ടാണ് അവർ വന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. പക്ഷെ അവര് വന്നപ്പോൾ കർത്താവ് അവിടെ ഇല്ലാത്ത ശവക്കല്ലറ, ആരില്ലാത്ത, യേശുവില്ലാത്ത ശവക്കല്ലറകളായി സഭകളും ഹോളുകളും മാറിയിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ധാരാളം പേർ അവിടെ ഓടി വരുന്നുണ്ട്. വിലപ്പെട്ടത് പലതും കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ യേശു ഇല്ല. മനുഷ്യരുടെ
വേദനയ്ക്കും പ്രയാസത്തിനും കഷ്ടതയ്ക്കും അടിസ്ഥാന ആവശ്യങ്ങൾക്കും രോഗങ്ങൾക്കും മനുഷ്യൻ അനുഭവിക്കുന്നതായിട്ടുള്ള അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് യേശു മതിയായവനെന്ന് പറയാനല്ല, കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. കുറേയേറെ ഗവേഷണം നടത്തിയത് കൊണ്ട് ഇത് കാര്യമില്ല. പ്രൈസ് ഗോഡ്. കുറേയേറെ നമ്മൾ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. 1.5 മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. എന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ യേശു ഇല്ലാത്തടത്ത് എന്നപ്പോൾ ഒരു കാര്യം അവർ കണ്ടു. അവര് വളരെ ഭാരത്തോടെ വന്ന ഒരു വിഷയമാണ് കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അത്രയും മതി ഇന്നത്തെ സഭയ്ക്ക് ആരാധിക്കാൻ. അവന്റെ ജീവിതത്തിന്റെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ഒരൊറ്റ ദൂത് കൊണ്ട് നമ്മൾ വിലപ്പെട്ട സുഗന്ധവർഗം അവിടെ ഒഴിച്ചിട്ട് പോരുകയാണ്. അഥവാ നമ്മുടെ വിലയേറിയ ദൈവം തന്നിരിക്കുന്ന താലന്തുകളും കഴിവുകളും നന്മയും പാഴാക്കി കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ത് നാം ഭാരപ്പെട്ട് വിഷമിച്ച് കടന്നു വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കല്ലുരുട്ടി മാറി. ഞാനൊന്ന് ആലോചിച്ച് നമ്മുടെ ദർശനം എത്രമാത്രം താഴെയായിപ്പോയി. പ്രസംഗത്തിൽ ആയിരക്കണക്കിന് പാസ്റ്റർമാരും ആയിരക്കണക്കിന് ദൈവമക്കളും പ്രസംഗിക്കുന്നത്, ലക്ഷോപലക്ഷം പ്രസംഗങ്ങൾ ഉണ്ടായത് ആ ഒരൊറ്റ കല്ലേലാണ്. അവര് കല്ലുരുട്ടി മാറ്റിയത് കൊണ്ട് എത്ര പ്രസംഗങ്ങളുണ്ട്. എന്നാൽ 1ാമത്തെ പ്രാവശ്യം ആ കല്ലുരുട്ടി മാറ്റിയപ്പോൾ എന്റെ പ്രിയ രവി പാസ്റ്ററെ, ഹല്ലേലൂയ, അത് മാറ്റി കല്ലു ഉരുട്ടി മാറ്റിയത് കണ്ട് സ്തോത്രം പറഞ്ഞു പോകാൻ വന്നവളല്ല മറിയ, മഗ്ദലക്കാരത്തി മറിയ എന്ന് ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഹല്ലേലൂയ നമ്മളെ ചലഞ്ച് ചെയ്യും. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. 1ാമത്തെ രാത്രിയിൽ 1ാമത്തെ പ്രാവശ്യം ആ വലിയ കല്ലുരുണ്ടി മാറ്റിയത് കണ്ടിട്ട് പ്രൈസ് ഗോഡ്, അവൾക്കൊരു ദൂത് കിട്ടി. അത് പക്ഷെ അന്നത്തെ പ്രസംഗത്തിൽ അവൾക്ക് ലഭിച്ച ദൂത് അതിന്റെ 2ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ 2ാമത്തെ വാക്യത്തിൽ അവൾ ഓടി കല്ലുരുട്ടി മാറ്റിയത് കണ്ടു, യേശുവിനെ കണ്ടില്ല. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. അതായത് യോഹന്നാന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനൊരു ദൂത് പറഞ്ഞു, കർത്താവ് അവിടെ ഇല്ല. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. 2, എവിടെയാണെന്നുള്ളതും ഞങ്ങൾ അറിയുന്നില്ല. ആലോചിച്ച് നോക്കിയേ, മറിയയുടെ ദൂതാണ്. കല്ലുരുട്ട് മാറിയത് കണ്ടു. ജീവിതത്തിൽ ശത്രു കൊണ്ടുവച്ചതോ അല്ലാത്തതോ ആയ ഒത്തിരിയേറെ കല്ലുകൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി രാപകൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, പ്രവാചകന്മാർ ആ കല്ല് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് മറിയ പത്രോസിന്റെ അടുക്കലും യോഹന്നാന്റെ അടുക്കലും പോയി സാക്ഷ്യം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ യേശുവിനെ കണ്ടില്ല, എവിടെയാണെന്നൊരു പിടുത്തുപോയി. പ്രൈസ് ഗോഡ്. ഈ ദൂത് കേട്ട പത്രോസ് ഓടി വരുന്നു. യോഹന്നാനും കൂടെ ഓടി. യോഹന്നാൻ മുൻപേ ഓടി. ചിലർക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. പത്രോസിനേക്കാൾ മുൻപേ ഓടി വന്നു. കല്ലറയ്ക്കകത്തേക്ക് കുനിഞ്ഞു നോക്കി. താൻ കണ്ട ഒരു കാഴ്ച അവിടെ എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. ഇതിന്റെ ഓരോ വാക്യങ്ങളും എൻ്റെ ജോൺ പാസ്റ്ററെ വളരെ വിശാലമായിട്ട് വിശദീകരിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വന്നപ്പോൾ കുനിഞ്ഞു നോക്കി കണ്ട ഒരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ശീലകൾ കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അപ്പോസ്തലൻ വന്നു കണ്ടു, ശീലകൾ കിടക്കുന്നത് കണ്ടു, പക്ഷെ അകത്ത് കടന്നില്ല.
ഉടനെ പുറകിന് പത്രോസ് വന്നു. പത്രോസ് വന്നു കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, തന്റെ പഠിത്ത നിമിത്തമായി, തന്റെ ഗവേഷണ നിമിത്തമായി കുറച്ചുകൂടെ കണ്ടു. ശീലകൾ മാത്രമല്ല, അവന്റെ തലയിൽ ചുറ്റിയ റൂമാലും ഈ ശീലകളോടുകൂടെ ഉണ്ടെന്ന് വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. പ്രൈസ് ഗോഡ്. അടുത്തത് ആ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, അപ്പോൾ ആദ്യം കല്ലറക്കലെത്തിയ മറ്റേ ശിഷ്യനും അകത്തി എന്ന് കണ്ടു വിശ്വസിച്ചു. എന്തോ വിശ്വസിച്ചു? യേശു ഉയർത്തെഴുന്നേറ്റെന്നൊന്നുമല്ല. മറിയ പറഞ്ഞതും ശരിയാണ്, യോഹന്നാൻ കണ്ടതും ശരിയാണ്, പിന്നെ പത്രോസ് കണ്ടതും ശരിയാണ്. ഇവര് ശക്തന്മാരായ അപ്പോസ്തലന്മാരാണ്. എല്ലാ ബഹുമാനത്തോടെയും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഇന്ന് സഭകളിൽ നടക്കുന്ന കാര്യം. ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ലറയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, ഈ റൂമാലിന്റെ എത്ര നീളമുണ്ട്, അതിന്റെ നിറം എന്താ, അത് യേശു തന്നെ ഉപയോഗിച്ചതാണോ, ഗ്രീക്കിൽ അതിനെന്തോ പറഞ്ഞു, എബ്രായ ഭാഷയിൽ എന്തായിരുന്നു, ഒറിജിനൽ അതിന്റെ മൂല അർത്ഥം എന്തായിരുന്നു, ശീലങ്ങൾ എങ്ങനെയാ കിടന്നത്, ഈ റൂമാല് ചുറ്റിവെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിങ്ങനെ ചുറ്റിവെച്ചാൽ വീണ്ടും യേശു വരുമെന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര PhD നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ കോളേജുകളിലും സ്കൂൾ, അമേരിക്കയിലും കേരളത്തിലും എല്ലാം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് കാര്യമൊക്കെ ശരിയോ അവർ പറയുന്നത്, അവരെല്ലാം പറയുന്നത് ശരിയാ, ഒന്നും ഇതിനകത്ത് തെറ്റൊന്നുമില്ല, നല്ലത് കാര്യം നടക്കട്ടെ. ഈ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവര് നോക്കി, അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ആ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ ശിഷ്യന്മാർ ശീല കണ്ടു, റൂമാല് കണ്ടു, ഒഴിഞ്ഞ കല്ലറ കണ്ടു, അതൊക്കെ യേശുവിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു, ഡിഗ്രികൾ എടുത്തു, പഠിച്ചു. അവര് മടങ്ങിപ്പോയപ്പോൾ പ്രൈസ് ഗോഡ്, ഒരു പാവം പിടിച്ച സ്ത്രീ, യേശുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവൾ, യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവൾ, യേശു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയവൾ, അവൾ ആ കല്ലറയുടെ പുറത്തു നിന്ന്, അവളോടൊപ്പം വന്ന മറ്റു സ്ത്രീകളും തിരിച്ചു വന്നിട്ടില്ല. അവര് 3 പേര് ഒന്നിച്ചു വന്നതാണ്. 3 പേരോട് ഒന്നിച്ച പത്രോസിന്റെ അടുക്ക പോയത്. പക്ഷെ അവര് 2 പേര് അതുവഴി അങ്ങ് വീട്ടിൽ പോയപ്പോഴും ഈ പാവം പിടിച്ച സ്ത്രീ ശീല കണ്ടുപോകാൻ വന്നവളല്ല, റൂമാല് കണ്ടുപോകാൻ വന്നവളല്ല. അവള് പറയാണ്, എന്റെ യേശുവിനെ എനിക്ക് കാണണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൾ ആ കല്ലറയുടെ പുറത്ത് കരച്ചുകൊണ്ട് നിന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇത് വെളിപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവളുടെ കണ്ണുനീരിന് സ്വർഗത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി. കർത്താവിന്റെ മഹത്തായ ശുശ്രൂഷയുടെ മുൻപിൽ പ്രൈസ് ഗോഡ്, കർത്താവ് ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ആ നിമിഷമാണിത്. ആ യാത്ര എവിടെ? ഈ ഭൂമിയിൽ നിന്ന് അനേക ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് താൻ നിർവഹിച്ച ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ രംഗം, പ്രൈസ് ഗോഡ്, ആ കുഞ്ഞാടിന്റെ രക്തവുമായി പിതാവിന്റെ അടുക്കലേക്ക് പോകുന്ന ആ സമയം, ഭൂമിയിൽ കരഞ്ഞവളുടെ കണ്ണുനീരിനാൽ കർത്താവ് ആ പരിപാടി അവിടെ മടക്കി വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ശിവന്റെ രക്തം ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവൾ ഇതിന്റെ ഇടയിൽ കുനിഞ്ഞു നോക്കി. അവൾ ആ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടാകുന്നുണ്ടോ എന്ന് അവൾ അതിനകത്തേക്ക് വീണ്ടും വീണ്ടും നോക്കി. അവള് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടിട്ട് പോകാൻ വന്നവളല്ല, ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് പോകാൻ വന്നവളുമല്ല, ഈ ശീലകൾ പഠിക്കാൻ വന്നവളല്ല, റൂമാല് അവൾക്ക് വിഷയമല്ല. അവൾക്ക് കാണേണ്ടത് മറ്റൊന്നാണ്. അവളുടെ കർത്താവിനെ കാണണം. ഒരുപക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവൾക്ക് അന്നോരവും വിശ്വാസവുമില്ല. അത് നിങ്ങൾ ഓർക്കണം. ആ സമയത്ത് അവൾ കുനിഞ്ഞു നോക്കി. പത്രോസ് കാണാത്തത് അവള് കണ്ടു, യോഹന്നാൻ കാണാത്തത് അവള് കണ്ടു. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും, ആ ഒഴിഞ്ഞ കല്ലറയ്ക്കകത്തിരിക്കുന്ന കാഴ്ച അവള് കണ്ടു. ദൈവത്തിന് സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന സഹോദരിയെ, പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസനെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടാകട്ടെ, പ്രാർത്ഥന മുറിക്ക് മാറ്റമുണ്ടാകട്ടെ, പ്രാർത്ഥനയുടെ സ്ഥിതികൾക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. ഈ കാലത്തും ഹല്ലേലൂയ കർത്താവിന്റെ ദൂതന്മാരുടെ പ്രത്യക്ഷത നമ്മുടെ മുറിക്കകത്ത് വരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൂതന്മാരുമായിട്ട് സംസാരിക്കുവാൻ, ദൂതന്മാരുമായിട്ട് ഇടപെടുവാൻ, ദൂതന്മാരുടെ സന്ദേശം കേൾക്കുവാൻ ഒരു താല്പര്യമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, കർത്താവേ എന്റെ പ്രാർത്ഥനയിൽ കർത്താവേ ദൂതനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ ശുശ്രൂഷയെ കുറിച്ച്, ഞാൻ ചെയ്യുന്ന ഈ മിഷൻ പ്രവർത്തനത്തെ കുറിച്ച്, ഹല്ലേലൂയ, ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്ന് അറിയണം കർത്താവേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസനയിൽ ഇരുന്ന് കരഞ്ഞ് ചോദിക്കുന്ന, യാചിക്കുന്ന ആ ഒരു വലിയ ദർശനം പ്രാപിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ അടുക്ക ദൂതൻ വന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിംഹത്തിന്റെ ഗുഹയിൽ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ, ദാനിയേലിന്റെ അടുക്കൽ വന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, യെശയ്യാവിന്റെ അടുക്കൽ വന്നെങ്കിൽ, എഹെസ്കേലിന്റെ അടുക്കൽ വന്നെങ്കിൽ, നടുക്കടലിൽ നമ്മുടെ പൗലോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, കാരാഗ്രഹത്തിൽ പത്രോസിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്ക്, എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇരുന്ന് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുവാൻ, എന്നോട് അരുളി ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. കർത്താവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അല്ലാതെ എഹെസ്കേൽ പ്രവചനം പഠിക്കുന്നത് നല്ലതാണ്. ആ പ്രവചനത്തിന്റെ പശ്ചാത്തലം പഠിക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കാലത്ത്, ഈ ഹല്ലേലൂയ, ഈ അവസാന ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, യോനായ നീ അത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ, നീ അടുത്തിട്ട് കിടന്നുറങ്ങിയാണെങ്കിൽ, ജാതികളും പറയുന്ന സാക്ഷ്യം നീ കേൾക്കണം. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുന്ന ആ കപ്പിത്താനെ കൊണ്ട്, ജാതികളെ കൊണ്ട് പറയിപ്പിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജാതികൾ ഭൂതലത്തിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവര് ശക്തമായിട്ട്, ഹല്ലേലൂയ, അവരുടെ മിഷനുകളും വിഷനുകളും ഒക്കെ അവര് ശക്തിപ്പെടുത്തുമ്പോൾ നാം അടുത്തിട്ട് കിടന്ന് ഉറങ്ങരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ നടുക്കടലിൽ നമ്മൾ വീണു പോകരുത്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ മതിയാവൂ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നേതാക്കന്മാര് കാണാത്തത്, ഉന്നതന്മാര് കാണാത്തത് പാവപ്പെട്ട ഈ സ്ത്രീ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്നും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഉന്നതന്മാര് കാണാത്ത ചില കാഴ്ചകൾ പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ മുറികളിൽ ദൈവം വെളിപ്പെടുത്തി തരും. അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്തത് സമയം മുമ്പോട്ട് പോകൊണ്ടുവിടുകയാണ്. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അവൾ പുറകിലൊരു ശബ്ദം, പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആ തണുപ്പത്ത്, ആ ഫോഗുള്ള സ്ഥലത്ത്, ആ മിസ്റ്റുള്ള സ്ഥലത്ത്, കട്ടിയായ മഞ്ഞിനകത്ത് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് അവൾക്ക് വേണ്ടത്, അവളൊരു സ്ത്രീയും കൂടിയാണ്, അവൾക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും അവൾ പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് കേട്ടേ. ദൈവത്തിന് സ്തോത്രം. ഏമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് എന്നോട് പറ. പത്രോസിന് വേണ്ടായെങ്കിലും എനിക്ക് വേണം. ആരോഗ്യമുള്ള പത്രോസിന് വേണ്ടായെങ്കിലും എനിക്ക് വേണം. പ്രൈസ് ഗോഡ്. മീൻപിടുത്തക്കാരനായ യോഹന്നാന് വേണ്ടായെങ്കിലും എനിക്ക് വേണം. ഞാൻ അങ്ങ് എടുത്തോണ്ട് പോയിക്കൊള്ളാം. ഈ യേശുവിന്റെ 10, 55, 60 കിലോ ഭാരമുള്ള ഈ ബോഡി എടുത്തോണ്ട് പോകാനുള്ള കെപ്പോ കടയോ അവൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവളുടെ ഉള്ളിലെ തീവ്രതയൊന്ന് മനസ്സിലാക്കിക്കാട്ടെ. ആർക്കും ഈ ശുശ്രൂഷ വേണ്ടായെങ്കിലും എനിക്കിത് വേണം. ആർക്കും ഈ പെന്തക്കോസ്ത് വേണ്ടായെങ്കിലും എനിക്കിത് വേണം. ആർക്കും ഈ വേർപാട് വേണ്ടായെങ്കിലും എനിക്കിത് വേണം. ഞാനത് കൊണ്ടുപോയിക്കൊള്ളാം. എൻ്റെ വീട്ടിൽ ഞാൻ ആരാധിച്ചോളാം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ വേഗം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദാവീദ് പെട്ടകവും കൊണ്ട് വരുന്ന ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ പെട്ടകവും കൊണ്ട് ദാവീദ് വന്നപ്പോൾ നമുക്കറിയാം, അവിടെ ഒരാൾ കൈ നീട്ടിയതും ആ പെട്ടകത്ത് അവൻ മറിഞ്ഞ് വീഴുന്നതും ഒക്കെ, ഉസ കൈ നീട്ടിയതും മറിഞ്ഞു വീഴുന്നതും ചാകുന്നതും ഒക്കെ രംഗം നമുക്കറിയാം. ഞാൻ ആ ഭാഗമൊക്കെ നിങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷെ
അത് കണ്ടപ്പോ ദാവീദ് ഭയപ്പെട്ടു പോയി. ദാവീദ് ഭയപ്പെട്ടിട്ട് ദാവീദ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പെട്ടകം എവിടാ ഒന്ന് വെക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും വിളിച്ചു കാണും, ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് പറ. ആരൊക്കെ വിളിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതിനകത്ത് 2-3 പേരെ വിളിച്ചെന്ന് ചോദിക്കട്ടെ. ജോർജ് കുട്ടി, നിന്റെ വീട്ടിൽ സ്ഥലമുണ്ടല്ലോ, ഇത് അങ്ങോട്ടൊന്ന് വെച്ചോട്ടെ. നിന്റെ വീട്ടിൽ ഇതിന് സ്ഥലമുണ്ടല്ലോ, ഇത് അങ്ങോട്ടൊന്ന് ഞാൻ വെച്ചോട്ടെ എന്ന് ദാവീദ് ചോദിച്ചു. അടുത്താണ്, നിന്റെ വീട് ഇവിടെ അടുത്താണല്ലോ. തന്നെയല്ല, 4 പേര് വന്നാലും ഇരുത്താനുള്ള സൗകര്യം നിനക്കുണ്ട്. ഒരു യോഗം നടത്താൻ നിന്നെ കൊണ്ട് കഴിയും, ഒരു മീറ്റിംഗ് നടത്താൻ നിന്നെ കഴിയും. ആരെങ്കിലും വന്നാൽ അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാനും നിനക്ക് കഴിയും. നിന്റെ വീട്ടിലോട്ട് ഇതൊന്ന് വെച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വേണ്ട. കാര്യം അവനറിയാം, ഇത് അവിടെ വെച്ചാൽ രാത്രി ഉറങ്ങാനൊക്കത്തില്ല. 24 മണിക്കൂറും ഇതിന്റെ തിരി കത്തണം. ദൈവത്തിന് സ്തോത്രം. ഇതവിടെ വെച്ചാൽ പലരും കയറി വരും. പ്രൈസ് ഗോഡ്. അവൻ മുന്നൂട്ടി എറിഞ്ഞു. അവൻ ചിന്തിച്ചു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ 500 രൂപ തരാം, 1000 രൂപ തരാം. പ്രൈസ് ഗോഡ്. ഈ പെട്ടകം എന്റെ വീട്ടിൽ വെക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിച്ചു കാണും. മിടുക്കന്മാര് പലതും പറഞ്ഞപ്പോൾ ഓബേദോം എന്ന് പറഞ്ഞു ഒരു ദൈവദാസൻ പറഞ്ഞു, എന്റെ വീട്ടിൽ കൊണ്ടുവെക്കെ, ഞാൻ എഴുന്നേറ്റിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത് വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊള്ളാം. അതിരിക്കുന്നിടത്തോളം കാലം അതിന്റെ വിശുദ്ധി ഞാൻ പരിപാലിച്ചു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ഞാൻ ചെലവിട്ട് കൊള്ളാം. അതിനുവേണ്ടി ഞാനും എൻ്റെ ഭാര്യയെ എഴുന്നേറ്റിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേക്കും. അതിന്റെ കരുതിരിയൊക്കെ ഞാൻ മുറിച്ചു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അവൻ 3 മാസം അത് ചെയ്യുവാൻ ദൈവം അവന് ഭാഗ്യം കൊടുത്തു. ദാവീദ് പോലും അന്താളിച്ചു പോയി. സ്വർഗത്തിലെ ദൈവം ഓബേദോമിനെ അവന്റെ സകല കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പലർക്കും വേണ്ട എന്ന് പറയുന്നിടത്ത് ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പെന്തക്കോസ്ത് അത്ര ഈസിയുള്ള കാര്യമല്ല. എന്നാൽ അത് എനിക്ക് വേണമെന്ന് നെഞ്ചോട് ചേർക്കുന്ന, ഉപവസിക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, പോകുവാൻ, വരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ ദൈവത്തെ സ്തുതിക്കുക. അല്പസമയം നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇത് ആഗ്രഹിച്ച ചില പ്രിയപ്പെട്ടവര് നിമിത്തമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ഓർക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. അവനെ എവിടെ വെച്ചെന്ന് പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിഷ്ടമാണ്. വെള്ളമെടുപ്പിടണോ, ഞാൻ ഇട്ടോളാം. ഹല്ലേലൂയ. ഞാൻ വേർപാട് വേണം, ഞാനത് ചെയ്തു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഇന്നതൊക്കെ വെടിയണോ, ഞാൻ വെടിഞ്ഞു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാ മനോഹയോട് പറഞ്ഞതുപോലെ, അവന്റെ ഭാര്യയോട് പറഞ്ഞതുപോലെ, ഈ ഒരു തലമുറയെ രക്ഷിപ്പാൻ നിന്റെ ഉദരത്തിൽ നിന്നൊരു കുഞ്ഞു വരികയാണ്. പക്ഷെ നീ ഒരുങ്ങിക്കൊള്ളണം. നീ വീഞ്ഞെ തുടരുത്, നീ മദ്യത്തെ തുടരുത്, നീ നാസിർ വ്രതക്കാരനായി അവനെ വളർത്തിക്കൊണ്ട് വരണം. നിന്റെ വീട്ടിനകത്ത് വ്യത്യാസം വേണം. എന്തെന്നാൽ എന്റെ ആത്മാവ് നിന്റെ തലമുറയെ ഉദ്യമിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ തലമുറയെ കൊണ്ട് എന്റെ ജനത്തെ എനിക്ക് വിടുവിച്ചെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി നീ ഒരുക്കപ്പെടുക എന്ന് പറഞ്ഞു. ഇന്ന് ഹല്ലേലൂയ, ഇത് ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവൾ യേശുവിനെ കണ്ടു, യേശുവിനോട് സംസാരിച്ചു. ഞാൻ വേഗം നിർത്തട്ടെ. അതിന്റെ 18ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. അവളുടെ ആദ്യത്തെ ശുശ്രൂഷ എന്തായിരുന്നു? അന്ന് വെളുപ്പിനെയുള്ള അവളുടെ ശുശ്രൂഷ എന്തായിരുന്നു? കർത്താവിനെ എനിക്ക് കാണാനൊത്തില്ല, കർത്താവ് എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, എവിടെ വെച്ചെന്ന് എനിക്കറിയത്തില്ല. നിമിഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ, വന്ന പത്രോസും വന്ന യോഹന്നാനും അത് വരാത്ത തോമസും ഒക്കെ സംശയിച്ചും പേടിച്ചും മുറിക്കകത്തിരിക്കുമ്പോൾ മറിയയ്ക്കൊരു ശുശ്രൂഷയുണ്ട്. അവൾ കർത്താവിനെ കണ്ടു, കർത്താവുമായിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ. അവിടെ ശുശ്രൂഷ മാറി, അവിടെ പ്രാർത്ഥന മാറി, അവിടെ എരിവ് മാറി, അവിടെ തീഷ്ണത മാറി. ദൈവത്തിന് സ്തോത്രം. അവളുടെ മിഷൻ മാറി, അവിടെ വിഷൻ മാറി. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവൾ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഒഴിഞ്ഞ കല്ലറയുടെ പുറത്ത് പ്രൈസ് ഗോഡ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിലപ്പെട്ട സുഗന്ധവർഗ്ഗം ഇട്ടേറ്റ് പോകാൻ വന്നവരല്ല, ഇല്ലാത്തടത്ത് ഇട്ടേച്ച് പോകാൻ വന്നതല്ല. എന്തെങ്കിലും കേട്ടേച്ച്, ശീല കണ്ടേച്ച്, അല്ലെങ്കിൽ റൂമാല് കണ്ടിട്ട് അവിടെ ഈ സുഗന്ധവർഗ്ഗം ഒഴിച്ചിട്ട് പോകാൻ വന്നതല്ല. ഇതെന്റെ കർത്താവിന്റെ പാദപീഠത്തിൽ എന്റെ കർത്താവ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിലപ്പെട്ട ഈ ഹല്ലേലൂയ കൃപ, ഈ വിലപ്പെട്ട ഈ ഹല്ലേലൂയ അനുഭവം, ഈ വിലപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഈ വിലപ്പെട്ട താലന്ത് വല്ലയിടത്തും കൊണ്ട് ഒഴിച്ചിട്ട് പോകാനുള്ളതല്ല. ജീവിക്കുന്ന കർത്താവിന്റെ പാദ ശുശ്രൂഷയിൽ ഹല്ലേലൂയ
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ആരാധന മാറണം, അങ്ങനെ നമ്മുടെ പ്രാർത്ഥന മാറണം, അങ്ങനെ നമ്മുടെ ഹോളുകൾ മാറണം, അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ മാറണം. അതിനുവേണ്ടി കരഞ്ഞവൾ കരയാത്തവര് കാണാത്തത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കർത്താവേ, അങ്ങയുടെ ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ രാത്രി അടിയങ്ങളെ താഴ്ത്തിയായി വചനത്തിന്റെ മുമ്പിൽ അടിയനെ താഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ഒഴിഞ്ഞ കല്ലറയുടെ ഞങ്ങൾ കണ്ട് കർത്താവേ, നാളുകളായി കർത്താവേ, ഞങ്ങൾ ഈ കല്ലുരുട്ടി മാറ്റിയതും കണ്ട്, ഞങ്ങൾ ഈ ശീലകളും കണ്ട്, ഈ പഠിപ്പും വിദ്യാഭ്യാസവും ഗവേഷണവും കണ്ട് ഞങ്ങൾ മടുത്തിരിക്കുന്നപ്പാ കർത്താവെ. അല്ല, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളെ രക്ഷിച്ച കർത്താവ്, ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തന്ന കർത്താവ്. കർത്താവെ, കർത്താവിനെ കണ്ടില്ലെന്നും കർത്താവ് ഇല്ലെന്നും പറയാനല്ല, യേശു ജീവിക്കുന്നെന്നും ഞാൻ യേശുവിനെ കണ്ടെന്നും ഹല്ലേലൂയ അങ്ങനെ പറയാൻ കർത്താവ് എന്റെ പ്രാർത്ഥന നിമിത്തം, എന്റെ ശുശ്രൂഷ നിമിത്തം, എന്റെ വിഷൻ ദർശന നിമിത്തം ഇടയാക്കണമേ കർത്താവെ. അതിനായിട്ട് അടിയനെ താഴ്ത്തു. നീ തലമുറ അതിനു വേണ്ടി ഒരുക്കണമേ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയോടെ കർത്താവിന്റെ വചനത്തോടെ രൂപാന്തരപ്പെടുത്തട്ടെ. വലിയ ഹൃദയഭാരത്തോടെ, വലിയ ദർശനത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒഴിഞ്ഞ കല്ലറ കണ്ട് സന്തോഷിക്കുന്നവരായിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഇങ്ങനെ അവസരം നൽകി തന്ന നിങ്ങൾ എല്ലാവരോടും എൻ്റെ സ്നേഹവും എൻ്റെ നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്ന കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷകളും മീറ്റിങ്ങും ഒക്കെ, പ്രത്യേകിച്ച് ഇന്ത്യ ബൈബിൾ വിഷന്റെ ഈ നല്ല പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിച്ച് അനേകരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി കർത്താവിനെ നന്ദിയോട് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ മറിയെ കുറിച്ചുള്ള ഒരു പ്രത്യേക രീതിയിലൊരു ഭക്തി. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യം വായിച്ചത്, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു, കരയുന്നതിനിടയിൽ അവൾ കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി. ഹല്ലേലൂയ. വളരെ ആ തീക്ഷ്ണതയോടെ ആ സമയത്ത്, വളരെ കടന്നു പോകുവാൻ പ്രയാസമുള്ള ഒരു സമയത്ത് പോലും എൻ്റെ കർത്താവിനെ കാണുവാൻ തക്കണം. ഹല്ലേലൂയ. ആ ഒരു ഭക്തി, അതിനെക്കുറിച്ച് പ്രത്യേക വിധത്തിലുള്ള ഒരു വെളിപ്പാട് ഇന്ന് കർത്താവിന്റെ ദാസനോട് ഇന്ന് ലഭിച്ചിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം. ഹല്ലേലൂയ. ഞങ്ങൾ IBMന്റെ ഭാഗത്ത് നിന്ന് കർത്താവിന്റെ ദാസനോട് വളരെ നന്ദി പറയുന്നു. വീണ്ടും മുന്നോട്ടുള്ള അങ്ങയുടെ ശുശ്രൂഷയും അങ്ങയുടെ വചനങ്ങളും അനേകർക്ക് ഇതുപോലെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് അറിയാൻ തക്കണം. ഹല്ലേലൂയ. വീണ്ടും ദേവദാസനെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ നന്ദി പറയുന്നു. ആ പ്രിയമുള്ളവരെ, ഇന്ന് കേട്ട വചനം, ഇതിനു മുന്നേ ഈ വചനത്തിൽ പലപ്പോഴും നമ്മൾ പ്രസംഗം കേട്ടവരാണ്. എന്നാൽ പല വിധത്തിലുള്ള അതിനെക്കുറിച്ച് വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു ഭക്തി, കർത്താവിനെ കാണുവാൻ തക്കണം തന്റെ ഒരു ആഗ്രഹം, എന്നാൽ അത് അവസാനം അതൊരു സാധിക്കുന്ന ഒരു അവസ്ഥയിൽ. ഒരു പ്രാവശ്യം ഒരു ദേവദാസൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറിയ അവിടെ നിന്ന് ദൂതന്മാരോട് സംസാരിക്കുമ്പം, ഞാനോ നിങ്ങളോ അവിടെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് യേശുവിനെ നമ്മൾ എന്ത് ചെയ്യും? മൊബൈൽ എടുത്തിട്ട് ദൂതനെ ഒന്ന് പോകരുത്, നമുക്കൊന്ന് സെൽഫി എടുക്കാം. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഒന്ന് സെൽഫി എടുക്കാൻ നോക്കും ദൂതനുമായിട്ട്. ഹല്ലേലൂയ. എന്നാൽ മറിയോട് അവന് ദൂതനുമായിട്ട് ഒന്നുമില്ല, അവർക്ക് കർത്താവിനെ മതി. ഹല്ലേലൂയ. മറ്റെന്ത് കണ്ടാലും എന്റെ കർത്താവിന്റെ ശവശരീരമായാലും മതി, എനിക്കത് വേണം. ഹല്ലേലൂയ. ഈ ഒരു ഭക്തി കർത്താവിനോടുണ്ട്. ഹല്ലേലൂയ. അത് വരുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലും വരുവാൻ തക്കണം ഇടയാകട്ടെ. കർത്താവിനെ ഹല്ലേലൂയ. എങ്ങനെ എനിക്ക് കർത്താവിനെ കണ്ടേ എനിക്ക് മതിയോ? ആ കർത്താവിന്റെ ദാസൻ എന്ന് പറയാൻ തക്കണം ഇടയായാലും നമ്മൾ രാത്രികൾ നമ്മുടെ പ്രാർത്ഥന, നമ്മളെ കണ്ണിയോട് കൂടിയുള്ള പ്രാർത്ഥന, തീർച്ചയായും അതിന് മറുപടി വരാൻ തക്കണം ഇടയാകും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, നമ്മളിൽ ആരെങ്കിലും പ്രാർത്ഥന ഇച്ചിരെങ്കിലും നമ്മൾ കുറഞ്ഞു വിട്ടെങ്കിൽ നമ്മൾ ഇന്നോട് നമ്മുടെ പ്രാർത്ഥന ഉയരാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. വാസ്തവമായി എന്നോട് ഈ വചനം വ്യക്തമായി ഇടപെടാനും സംസാരിക്കാൻ തക്കണം ഇടയായി. മുന്നോട്ട് ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കൂട്ടുവാൻ തക്കണം ഈ വചനം തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തരും. ഹല്ലേലൂയ. ഒരു ഭക്തി, നാം എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിന് ആ സമയത്താണ് അത് പ്രകടമാകുന്നത്. ആ സമയത്താണ് മനസ്സിലാക്കുന്നത് വാസ്തവമായിട്ട് നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള സമയത്താണ് വ്യക്തമായി മനസ്സിലാക്കത്തക്കണം ഇടയാകുന്നത്. അനേകർ തിരിഞ്ഞു പോകാൻ തക്കണം ഇടയെ, പക്ഷെ താൻ പോകുവാൻ തയ്യാറല്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കിട്ട എല്ലാവർക്കും ഈ വചനം അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഞാൻ വിശ്വസിക്കുന്ന അനുഗ്രഹത്തിന് കാരണമാണെന്ന്. ഹല്ലേലൂയ. തീർച്ചയായും കർത്താവ് ദാസൻ പറഞ്ഞതുപോലെ ഇത് അവിചാരിതമായിട്ട് ഇത് വരുന്നതോ
ഒരു പ്ലാനിങ്ങോടുകൂടിയുള്ള അല്ല, ഇത് കർത്താവിന്റെ ഒരു പ്ലാനിങ് ആണ്, ഇത് ദൈവത്തിന്റെ ഒരു പ്ലാനിങ്ങിനാണ്. ആര് കടന്നു വരണം, ഏത് വചനം ഏത് സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് എന്റെ കർത്താവിന്റെ പ്ലാനിങ് ആണ്. ഹല്ലേലൂയ. നാം എപ്പോഴും ആത്മീയ മന്ന നാം ഭക്ഷിക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത്? അല്ല, ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നാം എപ്പോഴും മെനുക്കാർഡ് എടുത്തിട്ട് ഒരേ സാധനം ഒരിക്കലും നമ്മൾ ഓർഡർ ചെയ്യില്ല, മാറി മാറി ഓർഡർ ചെയ്യും. നമുക്ക് ഓരോ സമയത്ത് എന്ത് ഭക്ഷണം വരും നമ്മളെ ശരീരത്തിന് അറിയാം. അതുപോലെ നമ്മുടെ ആത്മാവിന് ഏത് ഭക്ഷണം ഈ സമയത്ത് വേണം, ഏത് പ്രായത്താണ് നടക്കുന്നത് വ്യക്തമായി അറിയുന്ന കർത്താവ് നമ്മോട് സംസാരിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ ദാസനോർത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും അനേകർക്ക് ഹല്ലേലൂയ ഇങ്ങനെയുള്ള വചനവുമായി ആശ്വാസത്തിനായി ദാസനെ വീണ്ടും ഉപയോഗിക്കട്ടെ. ആ കുടുംബത്തിനെ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സൂമിൽ കൂടിയിരുന്ന എല്ലാവർക്കും ഈ വചനം അനുഗ്രഹമായിട്ടെന്ന് പ്രാർത്ഥിക്കാം. ലാസ്റ്റ് പ്രാർത്ഥനയും ബെനഡിക്ഷനും പറയുന്നതിന് മുന്നേ തോമസ് പായുടെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്ത്യ വിഷൻ പ്രസിഡന്റ് കെ.ടി. ജോൺ അവർ പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് മീറ്റിംഗ് അവസാനം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നു ദൈവമേ, രാത്രികാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് വീണ്ടും നിങ്ങൾ അടുത്തു വരുവാണ്. ഈ സന്ധ്യാവേളയിൽ കർത്താവെ, ചില സമയങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം ദൈവം ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുവാണ്. ഇന്ത്യ ബൈബിൾ മിഷന്റെ പ്രവർത്തനങ്ങൾ അനുദിനം കർത്താവെ ശക്തി പ്രാപിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുവാണ്. ദൂരെ നിന്നൊക്കെയും ഉണ്ടല്ലോ കർത്താവെ, സ്തോത്രം. സൗദി അറേബ്യയിൽ നിന്ന് കർത്താവെ ഈ മീറ്റിംഗിൽ കൂടി വന്നവരുണ്ടല്ലോ, കേരളത്തിൽ നിന്നുള്ളവരുണ്ടല്ലോ, ബോംബെയിൽ നിന്നുള്ളവരുണ്ട് കർത്താവെ, താനായിലുള്ളവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒന്ന് ചേർന്നൊരു കൂട്ടായ്മയെ ഭൂമിയിലെ വീണ്ടും അടിയങ്ങൾക്ക് ദൈവം ഒരുക്കല്ലോ. സ്തോത്രം ചെയ്യുവാണ് കർത്താവിന്റെ ദാസന്മാരെയൊക്കെയും വിശേഷാൽ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമൊക്കെയും ലീഡ് ചെയ്യുവാനും ഓരോ കാര്യങ്ങളിലെ ലീഡ് ചെയ്യുവാനും പല വിഷയങ്ങൾക്കായിട്ട് സംസാരിക്കാനൊക്കെയും അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുവാണ് കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ഈ മിഷൻ വർക്കിന്റെ ജനറൽ കോർഡിനേറ്ററിനായി പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ എം സി തോമസ് അവരുടെ കർത്താവ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഇത്രത്തോളം കൊടുത്തല്ലോ. തോമസ് മാത്യു അച്ഛനായി പ്രാർത്ഥിക്കുകയാണ്. താന് ഇപ്പോൾ ട്രിവാൻഡ്രത്താണല്ലോ, എങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്യുവാന് കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുവാണ് പാസ്റ്റർ. സ്തോത്രം. ജോസ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരും, ഞങ്ങള് ഹല്ലേലൂയ എല്ലാ ആഴ്ചയും ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഒന്നിച്ച് സന്തോഷിപ്പാന് ദൈവത്തിന് അവസരം കൊടുക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുവാണ്. രവി പാസ്റ്ററിനായി സ്തോത്രം. കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാന് ദൈവം പ്രിയപ്പെട്ടവനെ സഹായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പല പ്രിയപ്പെട്ടവരിന്ന് കടന്നു വരുവാൻ സാധിക്കാത്തവരുണ്ട് കർത്താവ്. എന്നാൽ ഹല്ലേലൂയ അവരൊക്കെയും പലവിധ വിഷയങ്ങളില് കടന്നു വരുവാൻ സാധിച്ചില്ല. അവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കേസിക്കായി സ്തോത്രം. പാട്ടുകളൊക്കെയും പാടി ഇന്നത്തെ ഹാലിലെ ശുശ്രൂഷയ്ക്ക് ഒരു വലിയ സന്തോഷം പകർന്നിടുവാന് പ്രിയ സഹോദരി ദൈവം ഇവിടുത്തെ ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുവാണ്. മറ്റു പല പ്രിയപ്പെട്ടവരും കടന്നു വന്നല്ലോ. ജോണച്ചനായി സ്തോത്രം. കർത്താവ് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാണ്. ഇന്ന് വചനം സൃഷ്ടിച്ച കർത്താവിന്റെ ദാസൻ ജോർജ് സ്തോത്രം അല്ലെങ്കിൽ ജോസ് ജോർജ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഏറിയ വർഷങ്ങളായി കർത്താവിന് വേണ്ടി ഹാലിയുടെ പ്രവർത്തിക്കുന്നു കേൾക്കുവാൻ ഇടയായല്ലോ. തന്നിൽ കൂടി ഇന്ന് ദൈവം ഏൽപ്പിച്ച വചനം കർത്താവെ ഞങ്ങൾക്കായി പകർന്നു തരുവാന് അവിടുന്ന് അഭിഷക്തനാക്കിയത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാണ്. ഞങ്ങൾ ഇപ്പോൾ കേട്ടതുപോലെ കർത്താവെ മറിയെ പോലെ കർത്താവെ പോയി ഒഴിഞ്ഞ ഒരു കല്ലറ കാണുവാൻ അല്ല കർത്താവെ സ്തോത്രം കടന്നു എന്നവരൊക്കെയും അവിടുന്ന് മടങ്ങി പോയപ്പോഴും അവിടെ നിന്ന് കരയുവാൻ തക്കണം. എന്റെ യേശുവിനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ, അത് എവിടെയാണെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് പൊക്കൊള്ളാമെന്ന് ധൈര്യത്തോട് പറയുന്ന ഒരു സഹോദരി, ലോകത്തിന്റെ മുൻപിലെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നല്ല സന്തോഷ വാർത്ത ആദ്യമായി കർത്താവെ കേൾക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ച ആ സഹോദരിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ആ പ്രിയപ്പെട്ടവളെ എന്നും ലോകം ഓർക്കുമല്ലോ കർത്താവെ. കർത്താവിന്റെ ദാസനെ വീണ്ടും കരങ്ങൾ വെക്കുവാണ്. ഇനിയും കർത്താവെ ശുശ്രൂഷയിലെ ശോഭിപ്പാൻ ദൈവം സഹായിക്കണം. തന്റെ മകൾക്കായി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവെ ഒരു വിവാഹ ആലോചന കടന്നു വരുവാൻ ഞങ്ങള് ഇന്ത്യ ബൈബിൾ മിഷന്റെ പ്രവർത്തകര് അനുദിനം ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ എത്രയും വേഗം അതിന്റെ വഴികളെ കർത്താവെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കടന്നു